ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കേക്കാണ്. ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കാണ്. ഇത് നമ്മുടെ പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മൾ അതിലേക്ക് വേണ്ടി ഒരു അര കപ്പ് ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ചെറുതായി കാരമലായി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഷുഗർ കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അര കപ്പ് ഷുഗറിന് ഒരു കപ്പ് വെള്ളമാണ് എടുക്കാറ്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളം വേണം. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് കുറച്ച് നേരം 2-3 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കേക്കിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ക്യാരറ്റും ഡേറ്റ്സും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ അര കപ്പ് ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 2-3 ടീസ്പൂൺ മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഡേറ്റ്സും ക്യാരറ്റും നമ്മുടെ കേക്കിൻ്റെ താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നന്നായി അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും നല്ല പോലെ ഫ്ലഫിയായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ അര കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലേക്ക് സിനമണും ഏലക്കായും നമ്മുടെ ജാതിക്കയും കുറച്ച് പൊടിച്ചതാണ്. അതെല്ലാം കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പട്ടയും ഏലക്കായും ജാതിക്കയും എടുത്തിട്ട് പൊടിച്ചതാണ്. ഞാൻ മിക്സിയിൽ നല്ലപോലെ പൊടിച്ചതാണ്. അതെല്ലാം കൂടെ 1 ടീസ്പൂൺ ആണുള്ളത്. അതൊന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഷുഗർ കാരമൽ ചെയ്തത് ചേർത്ത് കൊടുക്കുക. അത് പതിയെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ക്യാരറ്റും ഡേറ്റ്സും മിക്സ് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം 10 മിനിറ്റ് നേരം. ഇനി ഞാനിത് ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന മോൾഡാണ്. ഇതിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു 2-3-4 ഡേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 40 മുതൽ 45 മിനിറ്റ് നേരമാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. സെയിം നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.